ഇന്ത്യയുടെ നാഷണൽ സ്പോർട്ട് കബഡിയാണെങ്കിൽ നമ്മുടെ സ്പോർട്ട് കടിയാണല്ലേ. കാരണം രാവിലെ തൊട്ട് നമ്മൾ ശ്വാസം വിടാതെ കടി 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 എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് കേരളം ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആണെന്നുള്ള? ഇല്ല, സമ്മതിക്കരുത്, അതാണ് കാര്യം. അതെ, കേരളം സാധാരണ ഇപ്പം എത്ര പേര് ഇവിടെ കേരള സ്റ്റോറി കണ്ടിട്ടുണ്ട്? ഗിവ് മി എ ചിയർ. അവർക്കൊക്കെ ഇറങ്ങിപ്പോവാം. ഇല്ല, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കേരള സ്റ്റോറി കണ്ടപ്പോൾ ആക്ച്വലി നമ്മൾ മലയാളികളൊക്കെ ഭയങ്കര ഒഫൻഡഡ് ആയി. നമ്മൾ പറഞ്ഞു കേരളം ഭയങ്കര പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആണ്, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസീവ് ആണ് അല്ലേ. ഈ ആൾക്കാർ വന്ന് പറഞ്ഞു കേരളം സെക്യുലർ അല്ല എന്ന്. അപ്പോൾ നമ്മൾ തള്ളാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു നമ്മുടെ പള്ളിയിൽ മൗലവിക്ക് തൊണ്ടവേദനയാണ്, ഈ പൂജാരിയാണ് വാങ്ക് വിളിക്കണത്. പക്ഷേ കേരളത്തിൽ ഒട്ടും റെസ്പെക്റ്റ് കിട്ടാത്ത ഒരു ജനക്കൂട്ടം എന്ന് പറയുന്ന ബാച്ചിലേഴ്സ് ആണ്. ബാച്ചിലേഴ്സ് ഇൻ ദ ഹൗസ്, ബാച്ചിലേഴ്സ് ഇൻ ദ ഹൗസ്, ഗിവ് മി എ ചിയർ. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് നമ്മൾ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ 2018 സിനിമയിൽ ബാച്ചലറായി വന്ന ടൊവീനോ ആണെങ്കിൽ പൈപ്പ് പൊട്ടിച്ച് ബോട്ടുണ്ടാക്കി വീട്ടുകാരെ വികലാംഗരെയൊക്കെ രക്ഷപ്പെട്ട് അവസാനം മുങ്ങി മരിച്ചപ്പോൾ എൻ്റെ അമ്മ കരഞ്ഞു. എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇനി ആ പെണ്ണിൻ്റെ കല്യാണം നടക്കൂലല്ലോ എന്നാണ്. കേരളം വളരെ പ്രോഗ്രസീവ് ആണെങ്കിൽ ഇവിടെ കേരളത്തിൽ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കൊടുക്കാറില്ല. ഇത് ഞാൻ ഫേസ് ചെയ്യുന്നൊരു അതെ, കേരളത്തിൽ ഓൾമോസ്റ്റ് 95% ഫ്ലാറ്റ് ബാച്ചിലേഴ്സിന് ആക്സസ് ഇല്ല. ഓക്കെ, ഇതേ എക്സ്പീരിയൻസ് കിട്ടുന്ന വേറൊരു ജനക്കൂട്ടം ഒരുപക്ഷെ മുസ്ലിംസ് ആയിരിക്കും. മുസ്ലിംസിന് മുംബൈയിലോ നോർത്തിലോ ഫ്ലാറ്റ് കൊടുക്കാറില്ല. രണ്ടിൻ്റെ കാരണം BJP ആണ്. നോർത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിൽ സൗത്തിൽ ബാച്ചിലേഴ്സ് ജോയിൻറ്റ് പാർട്ടിയാണ്. അത് ഏറ്റവും വലിയൊരു സ്റ്റീരിയോ ടൈപ്പാണ്. ഈ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കഞ്ചാവാണ്. ബാച്ചിലേഴ്സ് ഫുൾ ടൈം. ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിച്ചവർക്ക് എന്താ റോൾ ചെയ്യുമ്പോൾ മോതിരം തട്ടി റോൾ ചെയ്യാൻ പറ്റാതെ അവർക്ക് വലിക്കാൻ പറ്റാറില്ല. എനിക്ക് അറിഞ്ഞൂടാ, കേരള സൊസൈറ്റിയിൽ ഒരു റൂളുണ്ട്. അതെ, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പ്രീ മാരിറ്റൽ നോ, എക്സ്ട്രാ മാരിറ്റൽ യെസ്. അതെ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സൊസൈറ്റിയിൽ പലരും പറയുന്നൊരു സാധനമാണ് കേരള സൊസൈറ്റി ഭയങ്കര കൾച്ചർ സൊസൈറ്റിയാണ്. കാരണം ഇവിടെ 1% ഡിവേഴ്സ് റേറ്റ് ഉള്ളൂ. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ 99% അവിഹിതം നടക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സ്പോർട്ട് കബഡിയാണെങ്കിൽ നമ്മുടെ സ്പോർട്ട് കടിയാണല്ലേ. കാരണം രാവിലെ തൊട്ട് നമ്മൾ ശ്വാസം വിടാതെ കടി 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 എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. ഞാൻ ഈ സൊസൈറ്റിയുടെ അടിത്തറ കല്യാണമല്ല അവിഹിതമാണെന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള സൊസൈറ്റി അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു അവിഹിതം പൊക്കിയാൽ അവരപ്പം തന്നെ ഡിവേഴ്സിലോട്ട് പോകും. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ പല കുടുംബങ്ങളും വിചാരിക്കുന്നത് എന്താ, കുട്ടികളുടെ ഭാവി. അവിഹിതം പരിഹരിക്കാൻ വേണ്ടി കുട്ടികളെ ഉണ്ടാക്കിയ 4 പേരെ എനിക്കറിയാം. അതിലൊരുത്തനിപ്പോൾ 6 കുട്ടികളായി. വളരുന്ന സമയത്തൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ്, അതായത് കുടുംബം കൂട്ടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. പക്ഷെ വളർന്നു കഴിഞ്ഞ് പല കുടുംബങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടികളുണ്ടായി ഊമ്പിയിരിക്കുന്നു കുടുംബം. അതെ, എല്ലാവരും ഇതിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞാൻ രാവിലെ വെറുതെ ചായ കുടിക്കാൻ പോകുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, നീ എവിടെ പോകണം, കല്യാണം കഴിക്ക്, നീ ഒരു കല്യാണം കഴിക്ക്, ഞാൻ കല്യാണം കഴിച്ചില്ല നീയും കല്യാണം കഴിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛാ ഞാൻ ചൈൽഡ് ഫ്രീ ആണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു കുട്ടിയെ ഉണ്ടാക്കിയാലും നീ ഫ്രീ തന്നെ ആയിരിക്കും, അവളുടെ വീട്ടുകാർ നോക്കിക്കോളും, നിന്നെ ആദ്യത്തെ 3 വർഷം എനിക്ക് പേര് പോലും പറഞ്ഞുകൂടായിരുന്നു.